ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബൂസ്റ്റും കോഴിമുട്ടയും ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുഡിങ് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിലിട്ട് അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പുഡിങ്ങാണ്. നിങ്ങളിത് ഒരു തവണ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി തരാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ്, കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റോളം ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരയാണ് വേണ്ടത്. ഒരു 2 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ, കാരണം ബൂസ്റ്റിലും പഞ്ചസാരയുണ്ട്. പിന്നെ നമ്മളൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർക്കേണ്ടത്. അത് ഒരു കപ്പോളം, ഏകദേശം 1/2 ലിറ്ററോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ മിക്സിയുടെ ജാറായതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ മിക്സിയുടെ ജാറൊക്കെ ആണെങ്കിൽ നമുക്കത് ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചെടുത്തത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു സോസ് പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നല്ലൊരു കളറായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ നമ്മളിത് ഒഴിച്ച് കൊടുത്തോളണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ഇത് സെറ്റായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഷേപ്പൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പുഡിങ് റെഡി ആവുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മുട്ട പാലിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റീമർ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പ് ഇതിലൊക്കെ ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ പാത്രം വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടിയും കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 15 മുതൽ 20 മിനിറ്റോളം നമുക്കതൊന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. 15 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കത് വെന്ത് കിട്ടും. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് കുത്തി നോക്കാം. അന്നേരം ഇതിങ്ങനെ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടില്ല. നമ്മൾ ശരിക്കും തണുപ്പിച്ചാലാണ് നമുക്കിത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വട്ടമുള്ള പാത്രമാണല്ലോ പുഡിങ് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് ഇങ്ങനെ മുറിഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ പാത്രം എടുക്കുക പുഡിങ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ടൈപ്പിൽ പുഡിങ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നിൽ ഒരു മുട്ട ചേർത്തിട്ടാണ് തയ്യാറാക്കിയത്. പിന്നെ ഞാൻ അതുപോലെ തന്നെ 2 മുട്ടയും കുറച്ചും കൂടി ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കൂട്ടിയിട്ട് ഞാൻ മറ്റൊരു പുഡിങ്ങും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ 2 മുട്ട ചേർത്തപ്പോൾ നമുക്കതിങ്ങനെ പൊട്ടി പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിലുള്ള പുഡിങ്ങാണ്. ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.